യുവ സംരംഭകരെ ആകർഷിക്കാൻ വൻ പദ്ധതികളുമായി റബ്ബർ ബോർഡ്. റബ്ബർ കൃഷി, റബ്ബർ അധിഷ്ഠിത വ്യവസായ മേഖലയിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതടക്കമുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളതെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി ഡൽഹിയിൽ ജനം ടിവിയോട് പറഞ്ഞു. യുവാക്കളെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റബ്ബർ ബോർഡ് മുന്നോട്ട് പോകുന്നത്. ആശയങ്ങളുമായി എത്തുന്ന യുവ സംരംഭകർക്ക് ആവശ്യമായ പരിശീലനമടക്കമുള്ള എല്ലാ സഹായവും റബ്ബർ ബോർഡ് നൽകും. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ റബ്ബർ ബോർഡ് തയ്യാറാക്കിയതായി ചെയർമാൻ എൻ ഹരി പറഞ്ഞു. ആത്മനിർഭർ ഭാരതിലും എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ എങ്ങനെ ഈ റബ്ബർ മേഖലയിൽ അല്ലെങ്കിൽ ഈ റബ്ബർ സെക്ടറിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതായിരുന്നു ഒരു ചിന്ത. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ചെറുകിട കർഷകരെയും വ്യവസായികളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സമീപനം. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കൽ, റബ്ബർ കൃഷിയും റബ്ബർ അധിഷ്ഠിത വ്യവസായവും പ്രോത്സാഹിപ്പിക്കൽ, അങ്ങനെ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് വൻ വ്യവസായ പദ്ധതികൾക്കാണ് റബ്ബർ ബോർഡ് രൂപം നൽകിയിട്ടുള്ളത്. ആര് വന്നാലും ആ തരത്തിൽ നമുക്ക് അവിടെ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ആദ്യം ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ മറ്റ് നിരവധിയായിട്ടുള്ള അവരുടെ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന സെൻ്ററുകളുണ്ട്. അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആശയം പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ടെക്നിക്കൽ ആളുകളുണ്ട്. വലിയ രീതിയിലുള്ള അവരെ അവിടെ പിടിച്ചു നിർത്തുന്ന യുവാക്കളെ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് നമുക്ക് അവർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനത്തോടെ റബ്ബർ ബോർഡിന്റെ വികസന പദ്ധതികൾ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിനനുസരിച്ചുള്ള പദ്ധതികൾക്കാണ് റബ്ബർ ബോർഡ് രൂപം നൽകിയിട്ടുള്ളത്. ജനം, ഡൽഹി.